മടിക്കൈ കക്കാട്ട് പനക്കൂൽ തറവാട് എരിഞ്ഞിക്കാൽ ഭഗവതി ക്ഷേത്രം 3 വർഷത്തിലൊരിക്കൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അനുമോദന സദസ്സ്, വിവിധ കലാപരിപാടികൾ നടന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ, ഏറ്റവും കൂടുതൽ തറവാട്ടംഗങ്ങൾ ഉള്ളതുമായ ഉത്തര കേരളത്തിലെ പ്രധാന തറവാടുകളിലൊന്നായ മടിക്കൈ കക്കാട്ട് പനക്കൂൽ തറവാട് എരിഞ്ഞിക്കാൽ ഭഗവതി ക്ഷേത്രം 3 വർഷത്തിലൊരിക്കൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അനുമോദന സദസ്സ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന അനുമോദന സദസ്സ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയായ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാം അഭിമാനത്തോടെ പറയുന്ന കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. ഉത്സവങ്ങളും കളിയാട്ടങ്ങളും ആഘോഷങ്ങളുമെല്ലാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ മനുഷ്യരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും എല്ലാം മൂർത്തമായ മുദ്രാവാക്യം നാടിന്റെ പൊതുസമക്ഷവും പൊതുപന്ഥാവിലുമെല്ലാം അവതരിപ്പിച്ച് ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ പ്രാപ്തമാക്കുന്ന ഇടങ്ങളാണ് എല്ലാ ദേവാലയങ്ങളും അല്ലെങ്കിൽ എല്ലാ തറവാടുകളും എന്ന് തന്നെയാണ് നാം എല്ലാം വിശ്വസിച്ചു പോകുന്നത്. നാം എത്ര അഭിമാനത്തോടെയാണ് ഇന്നിങ്ങനെ കൂടിയിരിക്കുന്നത്. ചിലപ്പോൾ നാം ഒന്ന് പഴമയിലേക്ക് നടന്നു പോയാൽ ഇങ്ങനെ മലയാളിക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയാത്തൊരു കാലം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ജാതിയും മതവുമെല്ലാം വിലങ്ങ് സൃഷ്ടിച്ച് താഴ്ന്നവനെന്നും ഉയർന്നവനെന്നും പൊതുവിൽ കൽപ്പനകൾ പുറപ്പെടുവിച്ച് ഉന്നതനായ ആളുകൾക്ക് മാത്രം ദേവാലയങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു കാലം നമ്മൾക്കിടയിലുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ്, പുരക്കളി കലാകാരൻ പനക്കൂൽ കൃഷ്ണൻ മൊനാച്ച, കുരുത്തോലയിൽ വിസ്മയങ്ങൾ തീർത്ത നിരവധി പുരസ്കാരങ്ങൾ നേടിയ പി അമ്പു പണ്ടാരത്തിൽ, ഡോക്യുമെന്ററി ഫിലിം അവാർഡ് ജേതാവ് സുജിത് ബംഗളം, ഡോക്ടർ രാഘാൽ എന്നിവരെയും ജനപ്രതിനിധികളെയും തറവാട് ഭാരവാഹികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ബി ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കരിമ്പിൽ ഭാസ്കരൻ, കെ ബി ബിന്ദു, കക്കാട്ട് പുതിയ വീട് വിഷ്ണുമൂർത്തി ക്ഷേത്രം സെക്രട്ടറി ടി രാജൻ, അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി എ വിനോദ്, കാനത്തിൽ തറവാട് സെക്രട്ടറി അശ്വിൻ, കക്കാട്ട് മഹാവിഷ്ണു ക്ഷേത്രം സേവാസമിതി സെക്രട്ടറി എം ബാലൻ കരിച്ചേരി, പനക്കാൽ തറവാട് സെക്രട്ടറി പി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി രാഘവൻ മാവുങ്കാൽ സ്വാഗതവും കൺവീനർ പി ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് ദാമോദരൻ മോനാച്ചിയും സംഘവും ചേർന്ന കൃഷ്ണ കുചേല പുനഃസമാഗമം ദൃശ്യാവിഷ്കാരവും നാദക്കോട്ട ഭഗവതി ക്ഷേത്രം വനിതാ പൂരക്കളി സംഘത്തിന്റെ വനിതാ പൂരക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.